ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന ആരോപണം. ഇതുമൂലം ഒരു ഭാഗത്ത് രാത്രി വിളക്കുകൾ പ്രകാശിക്കാത്തപ്പോൾ മറുഭാഗത്ത് വിളക്കുകൾ പകലും തെളിഞ്ഞുകിടക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാർ ഏജൻസി തിരിഞ്ഞു നോക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരുവ് വിളക്ക് പ്രശ്നത്തിൽ കൗൺസിലർമാർ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ മാസങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ടും പരിഹാരം കാണുന്നില്ല. പൊതുജനങ്ങളെ കൂരിരുട്ടിലാക്കുന്നത് തികഞ്ഞ ഭരണപരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. തെരുവ് വിളക്കുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. 43 വാർഡിലെയും സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാൻ കരാറെടുത്ത ആ ഏജൻസി എന്തുകൊണ്ടാണ് ലൈറ്റ് നന്നാക്കാതെ ഇത്രയധികം മാസങ്ങളോളം നീണ്ടുപോകുന്നത് എന്ന് ചെയർമാൻ പൊതുജനങ്ങളോട് വെളിപ്പെടുത്താൻ തയ്യാറാവണം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെയർമാനും ഗുരുവായൂർ നഗരസഭയുടെ ഭരണാധികാരികൾക്കുമാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. ഗുരുവായൂരിലുള്ളത്ര തെരുവ് വിളക്കുകൾ ജില്ലയിലെ മറ്റൊരു നഗരസഭയിലുമില്ല. ക്ഷേത്ര നഗരിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ജുളാൽ മുതൽ പടിഞ്ഞാറേ നടവഴി ആനക്കോട്ട വരെ പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ ഈ മാസം പ്രകാശപൂരിതമാകും. അറ്റകുറ്റപ്പണി നടത്തിയാലും പെട്ടെന്ന് തന്നെ ലൈറ്റുകൾ കേടുവരുന്നുണ്ട്. അമിത വൈദ്യുതി പ്രവാഹമാണോ ഇതിന് കാരണമെന്ന് KSEB ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പരിശോധന നടത്തും. കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഗുരുവായൂർ നഗരസഭയിലെ തെരുവ് വിളക്ക് പരിപാലനത്തിന് വേണ്ടി വാർഷിക മെയിൻ്റനൻസ് കരാർ എടുത്തിട്ടുള്ള കരാറുകാരൻ അതിൽ വീഴ്ച വരുത്തുന്നു. അക്കാര്യം നിരന്തരമായി അദ്ദേഹത്തെ വിളിക്കുകയും ഇടപെടുകയും ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് നിരവധി സന്ദർഭങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് കണക്കാക്കി ഗുരുവായൂർ നഗരം മുഴുവൻ ഇരുട്ടിലാണ് എന്നെല്ലാം പറയുന്നത് തികച്ചും രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. എന്നാൽ സോളാറിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിലെ തെരുവ് വിളക്കുകളും രാത്രി പ്രകാശിക്കുന്നില്ല. സർവീസ് റോഡിലെ ലൈറ്റുകൾ മാത്രമാണ് തെളിയുന്നത്. ഇതുമൂലം സന്ധ്യയാകുന്നതോടെ മേൽപ്പാലത്തിന് മുകളിൽ ഇരുട്ടാകും. പകൽ സമയത്തും തെരുവ് വിളക്കുകൾ കത്തിക്കിടക്കുന്നത് നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധയാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വൈദ്യുതി പാഴാക്കി കളയുന്ന സമീപനത്തിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ.